അറ്റൻഡൻസ് ഭയങ്കര കുറവാണ്. എല്ലാവരോടും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് പൈപ്പ് ലൈനിങ്, കോൺസെപ്റ്റ് ഓഫ് പൈപ്പ് ലൈനിങ്. ഓക്കെ, അപ്പൊ സൈഡ് ഹെഡിങ് എഴുതാം പൈപ്പ് ലൈനിങ്, ഇൻട്രൊഡക്ഷൻ ടു പൈപ്പ് ലൈനിങ്, തേർഡ് മൊഡ്യൂൾ, സെക്കൻഡ് പാർട്ട് ഓഫ് ദി സിലബസ്, സ്റ്റാർട്ടിങ് വിത്ത് ദ പൈപ്പ് ലൈനിങ്. ദെൻ നോർമലി നമുക്കറിയാം എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. എങ്ങനെയാണ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുക? തുളസി എന്ന് പറഞ്ഞേ. ഫസ്റ്റ് വി ഹാവ് ടു ഫെച്ച് ദി ഇൻസ്ട്രക്ഷൻ ഫ്രം ദി മെമ്മറി, റൈറ്റ്? Then we have to decode the instruction. Decode means we have to identify what type of instruction that we are processing. Maybe addition, maybe a subtraction, maybe a load instruction. So we have to decode it. Okay, decoding, there we are identifying what are the operands, what are the opcode. Our details നമുക്ക് കിട്ടും. Then we are actually executing the program. After decoding, we have to execute the program into CPU. അപ്പോൾ നമ്മൾ അതിൽ എക്സിക്യൂട്ട് ചെയ്യും, ടാസ്ക് നമ്മൾ പെർഫോം ചെയ്യും. ആഫ്റ്റർ പെർഫോമിംഗ് ദി ഓപ്പറേഷൻ വി ആർ റൈറ്റിംഗ് ദ റിസൾട്ട് ഐദർ ഇൻ മെമ്മറി അല്ലെങ്കിൽ ഏതെങ്കിലും ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് നമ്മൾ റൈറ്റ് ചെയ്യും. ഇതാണ് നോർമൽ പ്രൊസീജിയർ ഓഫ് എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. ഒന്നുകൂടി പറയാം. ഇൻ ഓർഡർ ടു എക്സിക്യൂട്ട് എ പ്രോഗ്രാം വി ഹാവ് ടു ഫെച്ച് ദി ഇൻസ്ട്രക്ഷൻ. പ്രോഗ്രാംസ് മീൻസ് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് എക്സിക്യൂട്ടബിൾ ഇൻസ്ട്രക്ഷൻ. So we have to fetch the instruction from the memory. We have to decode that particular instruction. Then we have to perform execution. Then fourth step, we are writing the result. Clear ആണോ? Okay. Okay. Then normally ഇങ്ങനെയുള്ള ഒരു ടാസ്ക് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് we need one clock cycle. One clock cycle means ആ ഒരു പൾസ് ഇല്ലേ, നമ്മൾ 0-1 വെച്ച് വരക്കുമ്പോൾ ഒരു പൾസ്, 1 ക്ലോക്ക് പൾസ് നമുക്ക് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യാൻ വേണം. ദെൻ വി ആർ കൺസിഡറിങ് അനദർ ക്ലോക്ക് പൾസ് ടു ഡീകോഡ് ദി ഇൻസ്ട്രക്ഷൻ, അനദർ ക്ലോക്ക് പൾസ് ഫോർ എക്സിക്യൂഷൻ, ദെൻ ലാസ്റ്റ് ക്ലോക്ക് പൾസ് ഫോർ റിസൾട്ട് റൈറ്റ് ബാക്ക്. അപ്പൊ ഇങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ വി നീഡ് 4 ക്ലോക്ക് സൈക്കിൾ, 4 ക്ലോക്സ് ടു എക്സിക്യൂട്ട് 1 ഇൻസ്ട്രക്ഷൻ. ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ്. അപ്പം CPU always busy അല്ല. CPU busy only in the stage of execution. ബാക്കി സ്റ്റേജിൽ CPU അങ്ങനെ ബിസി അല്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു യൂട്ടിലൈസ് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് പ്രൊസസ്സർ നമുക്ക് വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ പൈപ്പ് ലൈനായിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നു. പൈപ്പ് ലൈനിങ് എന്ന് വെച്ചാൽ എന്താ? കണ്ടിന്യൂസ് ആയിട്ട് ഒരു പൈപ്പ് നിങ്ങൾ കൺസിഡർ ചെയ്യുക, അതിലൂടെ വെള്ളം പോകുന്നുണ്ടെന്ന് കരുതുക. അപ്പൊ ഒരിക്കലും പൈപ്പില് ബ്ലാങ്ക് ആയിട്ട് ഒന്നുമില്ല, ഓൾവേസ് അത് ഫ്ലോയിങ് ആണ്. പൈപ്പ് ലൈനിങ് മീൻസ് എപ്പോഴും വെള്ളം അതിങ്ങനെ കടത്തി വിടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇൻസ്ട്രക്ഷൻ ഫ്ലോയും ഓൾവേസ് ഫ്ലോയിങ്, അതിനൊരു പ്രോബ്ലം ഒന്നും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ദാറ്റ് ഈസ് കോൾഡ് പൈപ്പ് ലൈനിങ്. ദെൻ പൈപ്പ് ലൈനിങ് then actually improves the system performance in terms of throughput. Actually improving system performance. എങ്ങനെയാ ഇംപ്രൂവ് ചെയ്യുന്നത്? നോർമലി നമുക്ക് ഒരു എക്സിക്യൂഷനെ ചെയ്യാൻ പറ്റുമെങ്കിൽ വിത്ത് ദി ഹെൽപ്പ് ഓഫ് പൈപ്പ് ലൈനിങ് വി ക്യാൻ എക്സിക്യൂട്ട് മോർ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻ. ഒരു ക്ലോക്ക് പൾസിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഈ ഒരു ഓപ്ഷനാണ് നമുക്ക് ആര് തരുന്നത്? പൈപ്പ് ലൈനിങ് തരുന്നത്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. പൈപ്പ് ലൈനിങ് നമുക്ക് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇത് പോസിബിൾ ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? വി ഹാവ് എ ഫാസ്റ്റർ സർക്യൂട്ടറി, നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടറി വേണം. ദെൻ വി ഹാവ് ടു അറേഞ്ച് ഹാർഡ്വെയർ സച്ച് ദാറ്റ് വിച്ച് ക്യാൻ പെർഫോം പൈപ്പ് ലൈൻ ഓപ്പറേഷൻ. നോർമലി ഉള്ള ഒരു രീതിയിലല്ല നമ്മളിപ്പോൾ പോകുന്നത്. വി ആർ ഗോയിങ് ഫോർ പൈപ്പ് ലൈനിങ്. സോ വി നീഡ് എ ഹാർഡ്വെയർ, സെപ്പറേറ്റ് ഹാർഡ്വെയർ സപ്പോർട്ട് നമുക്ക് വേണം. thereby we can increase the throughput. ഇതാണ് കോൺസെപ്റ്റ് ഓഫ് പൈപ്പ് ലൈനിങ്. അപ്പം ഒന്നുകൂടി പറയാം. നോർമൽ ഫ്ലോ ഓഫ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് 4 സ്റ്റേജസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വി ഹാവ് ടു ഫെച്ച് ദി ഇൻസ്ട്രക്ഷൻ ഫ്രം ദി മെമ്മറി, ദെൻ വി ഹാവ് ടു ഡീകോഡ് ദി ഇൻസ്ട്രക്ഷൻ, ദെൻ വി ഹാവ് ടു എക്സിക്യൂട്ട് ദി ഇൻസ്ട്രക്ഷൻ, ദെൻ റിസൾട്ട് റൈറ്റ് ബാക്ക്. ഇതാണ് 4 സ്റ്റേജസ് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷന്റെ. ഇത് നമ്മൾ ലീനിയർ ആയിട്ട് ചെയ്യുവാണെങ്കിൽ ആഫ്റ്റർ ഫിനിഷിംഗ് 1 മാത്രമേ നമുക്ക് നെക്സ്റ്റ് ടാസ്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, പൈപ്പ് ലൈനിങ്. പൈപ്പ് ലൈനിങ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷനെ
ഒരു ഇൻസ്ട്രക്ഷൻ പോലെ തന്നെ വേറെ ഒന്നോ രണ്ടോ ഇൻസ്ട്രക്ഷനെ അറ്റ് എ ടൈം നമുക്ക് ഫെച്ച് ചെയ്യാനും ഡീകോഡ് ചെയ്യാനൊക്കെ പറ്റും. അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, പൈപ്പ് ലൈനിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആദിത്യക്ക് എന്താ മനസ്സിലായേ? ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയോ. ആ, നമുക്ക് മൾട്ടിപ്പിൾ ടാസ്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ക്ലോക്ക് സൈക്കിളിൽ തന്നെ ഒന്നോ അധികം ടാസ്കോ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് പറയാൻ പോകുന്നത്. അമൽ സുരേന്ദ്രൻ, അനൈന, ഒരു എക്സാമ്പിളിലേക്ക് പോയിക്കൂടെ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ അനൈന, അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ, റിയൽ ലൈഫ് എക്സാമ്പിളിലേക്ക് പോവാണ്. സപ്പോസ് 4 ആൾക്കാർ സായിപ്പ് പഠിക്കുന്ന ടെസ്റ്റ് നമ്മൾ പഠിക്കുന്നതുകൊണ്ട് ആ 4 ആൾക്കാർക്ക് സായിപ്പ് കൊടുത്ത പേര് ആൻ, ബ്രയാൻ, കാറ്റി ആൻഡ് ഡേവ് എന്നാണ്. അപ്പം അവര് ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ പോകുന്നു. ദേ ആർ ഗോയിങ് ടു വാഷ് ക്ലോത്ത്. അപ്പൊ ഡയഗ്രാം നോക്കുക. എന്റെ ഡയഗ്രാം നോക്കുക. ദേ ഹാവ് എ വാഷിംഗ് മെഷീൻ. ഓറഞ്ച് ആണ് വാഷിംഗ് മെഷീൻ. അത് 30 സെക്കൻഡ് ഓർ 30 മിനിറ്റ് ടൈം എടുക്കുന്നു എന്ന് കരുതാം. അനദർ 40 മിനിറ്റ്സ് റിക്വയർഡ് ടു ഡ്രൈ. ഈ ബ്ലൂ കളർ ഈസ് എ ഡ്രയർ. ദെൻ 20 മിനിറ്റ്സ് ടു ഫോൾഡ് ദി ക്ലോത്ത്. അപ്പൊ ടോട്ടലി 90 മിനിറ്റ്സ് വേണം ആ ഒരാൾക്ക് ആ ടാസ്ക് പെർഫോം ചെയ്യാൻ. അപ്പം ഫസ്റ്റ് പേഴ്സൺ ചെയ്യുന്നു. ആഫ്റ്റർ കംപ്ലീഷൻ സെക്കൻഡ് പേഴ്സൺ ചെയ്യുന്നു. ആഫ്റ്റർ കംപ്ലീഷൻ തേർഡ് പേഴ്സൺ ചെയ്യുന്നു. ആഫ്റ്റർ കംപ്ലീഷൻ ഫോർത്ത് പേഴ്സൺ ചെയ്യുന്നു. ഇതാണ് നോർമൽ ഓർഡർ. 30 മിനിറ്റ്സ് ക്ലോത്ത് വാഷ് ചെയ്യാൻ, 40 മിനിറ്റ്സ് ഡ്രൈ ചെയ്യാൻ, 20 മിനിറ്റ്സ് അത് ഫോൾഡ് ഔട്ട് ചെയ്യാൻ. ഈ രീതിയിൽ ഒരാള് ഫസ്റ്റ് കാത്തി പോയിട്ട് ചെയ്യിപ്പിക്കുന്നു, രണ്ടാമത്തെ ആൾ ചെയ്യിക്കുന്നു. ഇങ്ങനെയാണ് സീക്വൻഷ്യൽ ഓർഡറിൽ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ആഫ്റ്റർ ഫിനിഷിംഗ് വൺ, എക്സിക്യൂഷൻ ഓഫ് സെക്കൻഡ് വൺ, നോർമൽ ഓർഡർ. ഇനി നമുക്ക് ഇതിനെ പൈപ്പ് ലൈനിങ് ആയിട്ട് ഇന്റർലീവ്ഡ് ആയിട്ട് എങ്ങനെ പെർഫോം ചെയ്യാം, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കുക, ഈ 40 മിനിറ്റ് ഈ ഡ്രയർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ വാഷിംഗ് മെഷീൻ ഫ്രീ ആണല്ലോ. കാരണം ഇയാൾ വാഷ് ചെയ്തു, 40 മിനിറ്റ് ഡ്രയറിന് കൊടുത്തു. വെൻ ഡ്രയർ സ്റ്റാർട്ട് വർക്കിംഗ്, നമ്മുടെ വാഷിംഗ് മെഷീൻ എന്താണ്? ഫ്രീ ആണ്. ആ വാഷിംഗ് മെഷീനിലേക്ക് രണ്ടാമത്തെ ആൾക്കാർക്ക് ക്ലോത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും സമയം ലാഭിച്ചൂടെ? അതുപോലെ തന്നെ ഇയാൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഡ്രൈയിങ് മെഷീൻ ഫ്രീ ആണ്. അപ്പൊ നേരത്തെ വാഷ് ചെയ്ത ക്ലോത്ത് ഓട്ടോമാറ്റിക്കലി ഡ്രയറിന് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് അങ്ങനെ കുറെ സമയം ലാഭിക്കാൻ പറ്റും. ദിസ് ഈസ് ദി ആക്ച്വൽ കൺസെപ്റ്റ് ഓഫ് പൈപ്പ് ലൈനിങ്. അപ്പൊ സെക്കൻഡ് ഡയഗ്രത്തിലേക്ക് പോവാം. അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി മനസ്സിലാവും. നോക്കുക, വെൻ ഡ്രയർ ഈസ് ഡ്രൈയിങ് ദി ക്ലോത്ത്, ആ ടൈമിൽ ആര് വീണ്ടും വർക്ക് ചെയ്യാൻ തുടങ്ങി? വാഷിംഗ് മെഷീൻ സ്റ്റാർട്ട് വർക്കിംഗ്. വാഷിംഗ് മെഷീൻ സ്റ്റാർട്ട് വർക്കിംഗ്, വാഷിംഗ് മെഷീൻ സ്റ്റാർട്ട് വർക്കിംഗ്, 4 സ്റ്റേജസിൽ. അപ്പൊ ഈ സ്റ്റേജ് നിങ്ങൾ നോക്കുക. ദെർബൈ വി ക്യാൻ ഇൻക്രീസ് ദി ഔട്ട്പുട്ട്. ക്ലോത്ത് വാഷിംഗ് ആണ് നമ്മുടെ ഔട്ട്പുട്ട്. നമ്പർ ഓഫ് ക്ലോത്ത് വാഷ് ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ എന്തായി? ഇൻക്രീസ്ഡ് ആയി. എന്തുകൊണ്ടാണ്? എല്ലാ സ്റ്റേജസിലും എല്ലാ മെഷീനറീസും വർക്കിംഗ് ആണ്. പ്രീവിയസ് സ്റ്റേജിലോ ഇയാൾ ഡ്രൈ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വാഷിംഗ് മെഷീൻ ഫ്രീ, ഇയാൾ ഡ്രൈ ചെയ്യുമ്പോൾ അഗെയിൻ വാഷിംഗ് മെഷീൻ ഫ്രീ. ഈ ഒരു സ്റ്റേജ് നമുക്ക് ഇന്റർലീവ്ഡ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ദെർബൈ വി ക്യാൻ ഇംപ്രൂവ് ദി എക്സിക്യൂഷൻ, വി ക്യാൻ ഇംപ്രൂവ് ദി ത്രൂപുട്ട്. ഇതാണ് കോൺസെപ്റ്റ് ഓഫ് പൈപ്പ് ലൈനിങ്. എന്ത് മനസ്സിലായി? ഒരാൾ പറഞ്ഞേ. ഐശ്വര്യക്ക് റേഞ്ച് വന്നോ? ഐശ്വര്യ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. അമൽ രവീന്ദ്രൻ, എന്ത് മനസ്സിലായി? അമൽ എന്താ മനസ്സിലായി അമലിന്? അത് ഒരേ ടൈമിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് അടുത്ത എക്സിക്യൂട്ട് ചെയ്യുന്ന സമയം തന്നെ അടുത്ത ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. എക്സാക്ട്ലി അത്രേ പറഞ്ഞിട്ടുള്ളൂ. വെൻ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ ഫെച്ച് ചെയ്തു, അത് എക്സിക്യൂട്ട് സ്റ്റേജിൽ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യാൻ പറ്റും. കാരണം മറ്റേത് അങ്ങ് പോയിക്കോട്ടെ. ഓരോ ക്ലോക്ക് സൈക്കിളിലും നമുക്ക് എന്തുണ്ട്? ഓരോ ന്യൂ ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ് നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ദി കോൺസെപ്റ്റ് ഓഫ് പൈപ്പ് ലൈനിങ്. ഓക്കെ, അപ്പം നമുക്ക് ഡെഫിനിഷൻ ഇപ്പൊ എഴുതാം. ഒരു 2 സ്ലൈഡും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, നമുക്ക് ഫ്യൂ പോയിന്റ്സ് അവിടെ എഴുതാം. അല്ലേ വേണ്ട, ലാപ്പ് ഓഫ് ആവാൻ സാധ്യതയുണ്ട്. ആദ്യം ക്ലാസ് പറഞ്ഞിട്ട് നമുക്ക് നോട്ട് ചെയ്യാം. എക്സിക്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം.
when we are using this concept in കമ്പ്യൂട്ടറിൽ നമ്മൾ എങ്ങനെ അത് വർക്ക്ഔട്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. നിങ്ങൾ നോക്കുക, നോർമൽ ഫെച്ച് നമുക്ക് 2 സ്റ്റേജേ ഉള്ളൂ എന്ന് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാം. നമുക്ക് 4 സ്റ്റേജസ് ഉണ്ട്. വി ഹാവ് ടു ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട് ആൻഡ് റിസൾട്ട് റൈറ്റ് ബാക്ക്. പക്ഷെ നമ്മൾ ഒരു സിമ്പിൾ ആയിട്ട് പറയുന്നു, വി ഹാവ് 2 സ്റ്റേജസ്. ഫസ്റ്റ് വൺ, വി ഹാവ് ടു ഫെച്ച് ദി ഇൻസ്ട്രക്ഷൻ, ദെൻ വി ഹാവ് ടു എക്സിക്യൂട്ട് ദി ഇൻസ്ട്രക്ഷൻ. ഈ 2 സ്റ്റേജേ നമ്മളിപ്പം കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇൻ ദിസ് ഡയഗ്രാം sequential order F1 is fetching, then E1 first instruction is executing, then next F2 fetching, instruction 2, E2 execution of instruction 2, I3 fetching I3 and execution of I3. ഇതാണ് sequential order. But when we are going for pipelining, നിങ്ങൾ നോക്കുക, when instruction I1 is fetch, when it is executing, we are fetching next instruction I2. When I2 is executing, we are fetching instruction I3. ഈ ഒരു മാനറിൽ നമുക്ക് എന്ത് ചെയ്യാം? We can go for pipelining. അപ്പം ആക്ച്വലി എന്ത് നടക്കുന്നുണ്ട്? ഓരോ ക്ലോക്ക് സൈക്കിളിലും ഓരോ ഇൻസ്ട്രക്ഷൻ വെച്ച് ഫെച്ച് നടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? ഫസ്റ്റ് ക്ലോക്ക് സൈക്കിൾ ഓൺ ദി ടോപ്പ് പോയിന്റർ നോക്കുക, ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു. ദിസ് ഈസ് ദി സെക്കൻഡ് ക്ലോക്ക് സൈക്കിൾ, മാർക്ക്ഡ് ആസ് 2, സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു. തേർഡ് ക്ലോക്ക് സൈക്കിൾ, തേർഡ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു. വിച്ച് മീൻസ് ഓരോ ക്ലോക്ക് സൈക്കിളിലും നമുക്ക് ആരുണ്ട്? ഓരോ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. പ്രീവിയസ്ലി ആണെങ്കിലോ ഇത് ഫെച്ച് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് തേർഡ് ക്ലോക്ക് സൈക്കിളിലാണ് വി ആർ ഗെറ്റിംഗ് സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ. ഫോർത്ത്, ഫിഫ്ത്ത് ക്ലോക്ക് സൈക്കിളിലാണ് വി ആർ ഗെറ്റിംഗ് തേർഡ് ഇൻസ്ട്രക്ഷൻ. ഈ ഒരു ഡിലേ നമുക്ക് ഒഴിവാക്കി പൈപ്പ് ലൈനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സിക്യൂട്ട് ചെയ്യാം. ഇതാണ് പൈപ്പ് ലൈനിങ്. ഇനി ഓരോ തവണയും നമ്മൾ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു, ഇറ്റ് ഹാവ് ടു ബി എക്സിക്യൂട്ടഡ് ബൈ ദി എക്സിക്യൂഷൻ യൂണിറ്റ്. അപ്പൊ അതിനെന്ത് ചെയ്യണം? We have to store the instruction in a memory. There we are using a buffer. അപ്പൊ എന്ത് ചെയ്യുന്നു? After fetching instruction, we are placing the data into a buffer after the end of first clock cycle. ഒന്നുകൂടി പറയാം, we have to fetch the instruction from the memory after the end of first clock cycle. അതായത് ഫസ്റ്റ് ക്ലോക്ക് സൈക്കിളിന്റെ എൻഡിൽ ഫെച്ച്ഡ് ഇൻസ്ട്രക്ഷൻ ഈസ് അവൈലബിൾ ഇൻ ഒരു ബഫർ, ഒരു മെമ്മറിയിൽ അത് അവൈലബിൾ ആണ്. Then starting of second clock cycle, execution unit in India, it can take the data from the buffer and it can start the execution. Okay, execution unit like kodukanam, end of the clock cycle, data is available. During second clock cycle, this data can be executed in execution unit. അതാണ് അതിന്റെ ഹാർഡ്വെയർ ഓർഗനൈസേഷൻ. ക്ലിയർ ആണോ? Hardware organization, in between fetching unit and execution unit, there is a memory or buffer. Fetched instruction is placed in buffer. ആ ഇൻസ്ട്രക്ഷനെയാണ് ആര് എക്സിക്യൂട്ട് ചെയ്യുക? എക്സിക്യൂഷൻ യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? തേജ, ഷബിൻ, സെവിൻ, സേജൽ. തേജ, ഷബിൻ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഞാൻ നിങ്ങൾ അറ്റൻഡൻസ് ഒന്ന് എടുക്കട്ടെ. ഇപ്പൊ 48 പേരേ ഉള്ളൂ. ഓക്കെ, സാരംഗ്, ഓക്കെ. ഇനി ഈ ഒരു ഡയഗ്രാം നോക്കുക. ഫുൾ സ്ക്രീൻ ഇടാം. വെൻ വി ആർ കൺസിഡറിങ് 4 സ്റ്റേജസ്, ഇപ്പൊ നമ്മൾ പറഞ്ഞു വി ഹാവ് 2 സ്റ്റേജസ് എന്ന് പറഞ്ഞു. വെൻ വി ആർ കൺസിഡറിങ് 4 സ്റ്റേജസ്, we have I1 instruction, first instruction is fetching, and I2 second instruction is fetched in second clock cycle, third instruction fetched in third clock cycle, fourth instruction
4th clock cycle. ഓക്കെ, അപ്പം എൻഡ് ഓഫ് ദി 7 ക്ലോക്ക് സൈക്കിൾ ആകുമ്പോഴേക്കും നമുക്ക് 4 ഇൻസ്ട്രക്ഷനെ റൈറ്റ് ചെയ്യാനുള്ള കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എവിടെയുണ്ട്? യൂസിങ് പൈപ്പ് ലൈനിങ് നമുക്ക് പോസിബിൾ ആണ്. ദിസ് ഈസ് ദി കോൺസെപ്റ്റ് വെൻ വി ആർ കൺസിഡറിങ് ഫെച്ച്, ഡീകോഡ്, execution and write back. End of 7th clock cycle we are completing 4 instruction. Okay, clear alle? Nokka, in between these different stages, fetch, decode, execution and result write back, we have B1 buffer, B2 buffer, B3 buffer. Intermediate result ഒക്കെ place ചെയ്യാൻ വേണ്ടി we have different buffers. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് നോട്ട് ചെയ്യാം, പോയിന്റ്സ് നോട്ട് ചെയ്യാം. അതിനു മുന്നേ 1-2 കാര്യങ്ങളും കൂടി പറയാം. ഇനി റോൾ ഓഫ് ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറിയുടെ റോൾ എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കറിയാം, കമ്പയറിംഗ് വിത്ത് മെമ്മറി ഓപ്പറേഷൻ, പ്രൊസസ്സറിന്റെ ടാസ്ക്, പ്രൊസസ്സർ ഫാസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കാരണം എക്സിക്യൂഷൻ വെരി സ്മോൾ ടൈം മതി, നാനോ സെക്കൻഡ്സ് ടൈം മതി ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ടു ആക്സസ് ആൻ ഇൻസ്ട്രക്ഷൻ ഫ്രം ദി മെമ്മറി കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ടൈം വേണം. മെമ്മറി ആക്സസ് ടൈം ഈസ് ഗ്രേറ്റർ ദാൻ പ്രൊസസ്സർ എക്സിക്യൂഷൻ ടൈം. ഒന്നുകൂടി പറയാം, ഇൻസ്ട്രക്ഷൻ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം. പക്ഷെ നമ്മുടെ കോൺസെപ്റ്റിൽ എന്താ? വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഫസ്റ്റ് ക്ലോക്ക് സൈക്കിൾ, ഒരു ക്ലോക്ക് സൈക്കിളിൽ തന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തിട്ട് അവൈലബിൾ ആയിരിക്കണം. ദെൻ രണ്ടാമത്തെ ക്ലോക്ക് സൈക്കിളിൽ നമുക്കത് ഡീകോഡ് ചെയ്യാൻ പറ്റണം. മൂന്നാമത്തെ ക്ലോക്കിൽ വി ഹാവ് ടു എക്സിക്യൂട്ട്. സോ ഫാസ്റ്റ് ആയിട്ട് എക്സിക്യൂഷൻ നടക്കും, പക്ഷെ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യണമെങ്കിൽ എവിടെ പോകണം? മെമ്മറിയിൽ പോയിട്ട് ഫെച്ച് ചെയ്ത് കൊണ്ടുവരണം. സോ ആ ഒരു ടാസ്ക് ഒരു ക്ലോക്ക് സൈക്കിളിൽ പെർഫോം ചെയ്യാൻ പറ്റണം എന്നില്ല. മെമ്മറി ആക്സസ് ടൈം കൂടുതലായതുകൊണ്ട് വി കനോട്ട് പെർഫോം ഫെച്ചിങ് ഓപ്പറേഷൻ ഇൻ 1 ക്ലോക്ക് സൈക്കിൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ ഇൻസ്ട്രക്ഷൻ നമുക്ക് ക്യാഷിൽ പ്ലേസ് ചെയ്ത് വെക്കുക. അതാണ് ഒരേ ഒരു മാർഗം. ബിക്കോസ് ക്യാഷ് ഈസ് വെരി ക്ലോസ് ടു പ്രൊസസ്സർ, ആക്സസ് ടൈം ഇൻ ക്യാഷ് ഈസ് ലെസ് ദാൻ മെമ്മറി ആക്സസ് ടൈം. ക്യാഷ് ആക്സസ് ഫാസ്റ്റ് ആണ് when we are considering with the memory access time. So we have to place instructions in cache in order to fetch in 1 clock cycle. ആ ഒരു കോൺസെപ്റ്റ് ഓർത്തിരിക്കുക. കോൺസെപ്റ്റ് ഇതാണ്. സിൻസ് മെയിൻ മെമ്മറി ആക്സസ് ഈസ് വെരി സ്ലോ compared to execution, so we are placing instructions in cache memory. അപ്പം പൈപ്പ് ലൈനിങ് നിങ്ങൾ ഓർത്തിരിക്കുക. പൈപ്പ് ലൈൻ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം? നല്ല ക്യാഷും കാര്യങ്ങളൊക്കെ വേണം. ആ ഹാർഡ്വെയർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൈപ്പ് ലൈനിങ് സ്മൂത്ത് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ അത് ഓർത്തിരിക്കുക. മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമ്മൾ ഒരു കോൺസെപ്റ്റും കൂടി പറഞ്ഞിട്ട് നമുക്ക് എഴുതി തുടങ്ങാം. പൈപ്പ് ലൈനിങ് സ്റ്റാൾ എന്നാണ് ആ ഒരു കോൺസെപ്റ്റിന്റെ പേര്. പൈപ്പ് ലൈനിങ് സ്റ്റാൾ. സ്റ്റാൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ എങ്ങനെയൊക്കെ എക്സിക്യൂഷൻ പെർഫോം ചെയ്താലും there is a chance of delay or halt or stall in pipeline operation. എന്തുകൊണ്ടാണെന്ന് പറയാം. നോർമലി ലോഡ് ഓപ്പറേഷൻ, സ്റ്റോർ ഓപ്പറേഷൻ, ഇങ്ങനെയുള്ള ഓപ്പറേഷൻസിനൊക്കെ 1 ക്ലോക്ക് സൈക്കിൾ മതി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഡിവിഷൻ പോലുള്ള ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വി നീഡ് മോർ ദാൻ 1 ക്ലോക്ക് സൈക്കിൾ. അപ്പൊ അവിടെ എക്സിക്യൂഷൻ സ്റ്റേജ് എന്താവും? ഇവിടെ ഈ ഡയഗ്രം നോക്കുക. Normally execution take 1 clock cycle if it is a simple instruction. Suppose if it is a division operation, we need more than 1 clock cycle. I2 is a division operation, it requires 3 clock cycle to perform. അപ്പൊ അത്രയും സമയം എക്സിക്യൂഷൻ യൂണിറ്റ് പ്രോസസ്സർ ആർക്ക് അവൈലബിൾ അല്ല? I3ക്ക് അവൈലബിൾ അല്ല. എൻഡ് ഓഫ് ദി ക്ലോക്ക് സൈക്കിൾ 6ൽ മാത്രമേ ആ എക്സിക്യൂഷൻ യൂണിറ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ. അത്രയും സമയം I3 സ്റ്റാൾ ഓർ ഹാൾട്ട് സ്റ്റേജിലായിരിക്കും. I3 വെയിറ്റിംഗ് സ്റ്റേജിലായിരിക്കും, ഓർ I3 ഡിലേഡ് ആണ്. ഈ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ സ്റ്റാൾ എന്ന് പറയുന്നത്. അപ്പം വി ആർ ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ കോൺസെപ്റ്റ്, പൈപ്പ് ലൈനിങ് സ്റ്റാൾ, വിച്ച് മീൻസ് ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് എൻ ഓപ്പറേഷൻ ലൈക്ക് ഡിവിഷൻ, എക്സിക്യൂഷൻ യൂണിറ്റ് ടേക്സ് മോർ ദാൻ 3 ക്ലോക്ക് പൾസ് ഓർ മോർ ദാൻ 2 ക്ലോക്ക് പൾസ്. സോ ഇൻസ്ട്രക്ഷൻ I3 ഹാവ് ടു വെയിറ്റ് അണ്ടിൽ ദി എക്സിക്യൂഷൻ യൂണിറ്റ് ഈസ് അവൈലബിൾ. കോൺസെപ്റ്റ് ക്ലിയർ ആണോ?
സോ I3 വെയിറ്റ് ചെയ്തു അവൈലബിൾ ആവുന്നത് വരെ. അതുകൊണ്ട് തന്നെ പൈപ്പ് ലൈനിങ് സ്റ്റേജിൽ I4 എന്ത് ചെയ്യേണ്ടി വന്നു? I4ഉം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ബിക്കോസ് I4 ഓൾസോ നീഡ് എക്സിക്യൂഷൻ യൂണിറ്റ്. എക്സിക്യൂഷൻ യൂണിറ്റ് എപ്പോഴേ അവൈലബിൾ ആവുന്നുള്ളൂ? 7th ക്ലോക്ക് സൈക്കിളിൽ മാത്രമേ I3 ഫ്രീ ആക്കുന്നുള്ളൂ. അപ്പൊ 8th ക്ലോക്ക് സൈക്കിളിലാണ് I4ന് എക്സിക്യൂഷൻ യൂണിറ്റ് കിട്ടുന്നത്. അപ്പം ഡിലേ വരും. എപ്പോഴ്? എക്സിക്യൂഷൻ പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല, എക്സിക്യൂഷൻ യൂണിറ്റ് അവൈലബിൾ അല്ല എങ്കിൽ പൈപ്പ് ലൈനിങ് ഫ്ലോയിൽ നമുക്ക് ഡിലേ വരും. ഈ ഒരു കോൺസെപ്റ്റും കൂടി ഓർത്തിരിക്കാം. ഇപ്പൊ 2 കോൺസെപ്റ്റ് ഞാൻ ഇപ്പം പറഞ്ഞു, ചോദിച്ചു നോക്കാം. സങ്കീർത്തന, വൈ വി ആർ യൂസിങ് ക്യാഷ് മെമ്മറി ഇൻ പൈപ്പ് ലൈനിങ് ഓപ്പറേഷൻ? എന്തുകൊണ്ടാ? തുളസി ഒന്ന് സപ്പോർട്ട് ചെയ്തേ. വൈ വി ആർ യൂസിങ് ക്യാഷ് മെമ്മറി ഫോർ പൈപ്പ് ലൈനിങ് ഓപ്പറേഷൻ? ആർക്ക് ഉത്തരം പറയാൻ പറ്റും? നിവേദ്യ KC ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്തേ. ആരും ഇല്ലേ ഇവിടെ? ഹലോ, ഋഷ്വിൻ, സിഷാജ്, ഋഷ്വിൻ ആൻഡ് സിഷാജ്. സെവിൻ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. സെവിൻ, ഞാൻ ഓഡിയബിൾ അല്ലേ? ഓക്കെ. ഇംപ്രൂവ് പെർഫോമൻസ് ടു ഇൻക്രീസ് ദി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പറയാം. സെവിൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. വാട്ട് ഈസ് പൈപ്പ് ലൈൻ സ്റ്റാളിങ്? സ്റ്റാളിങ് എന്താണ്? തുളസി, വാട്ട് ഈസ് പൈപ്പ് ലൈൻ സ്റ്റാളിങ്? സ്റ്റാർട്ട് ഡിലേ അല്ലേ? യെസ്, ഇറ്റ്സ് എ ഡിലേ ഇൻ പൈപ്പ് ലൈൻ. സൈഡ് ഹെഡിങ് എഴുതാ പൈപ്പ് ലൈൻ. ഒരു ഹൈഫൺ എഴുതാം. ഇംപ്രൂവ് ദി സിസ്റ്റം പെർഫോമൻസ്. ഇംപ്രൂവ് ദി സിസ്റ്റം പെർഫോമൻസ്. നെക്സ്റ്റ് ലൈനിൽ എഴുതാം. വി റിക്വയർ സെപ്പറേറ്റ് ഹാർഡ്വെയർ. വി റിക്വയർ സെപ്പറേറ്റ് ഹാർഡ്വെയർ സപ്പോർട്ട്. വി റിക്വയർ സെപ്പറേറ്റ് ഹാർഡ്വെയർ സപ്പോർട്ട്. ഈ ഒരു ഡയഗ്രാം വരക്കുക. വെൻ വി കൺസിഡർ ഫെച്ച് പ്ലസ് എക്സിക്യൂഷൻ സീക്വൻഷ്യൽ ഓർഡർ ആണെങ്കിലും ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ ഇൻ പൈപ്പ് ലൈനിങ് മാനർ ആണെങ്കിലും ഈ 2 ഡയഗ്രാം വരക്കുക. ഫസ്റ്റ് സീക്വൻസ് എക്സിക്യൂഷൻ വരക്കുക, ദെൻ പൈപ്പ് ലൈനിങ് എക്സിക്യൂഷൻ വരക്കുക. സീക്വൻഷ്യൽ എക്സിക്യൂഷൻ ആൻഡ് പൈപ്പ് ലൈനിങ് എക്സിക്യൂഷൻ വരക്കുക. എന്നിട്ട് പറയാം, ഇൻ പൈപ്പ് ലൈനിങ് മോഡ് ഓഫ് ഓപ്പറേഷൻ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ടേക്ക് പ്ലേസ് ഇൻ ഈച്ച് ക്ലോക്ക് സൈക്കിൾ. പൈപ്പ് ലൈനിങ് ആണെങ്കിൽ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ടേക്ക് പ്ലേസിംഗ് ഇൻ ഈച്ച് ക്ലോക്ക് സൈക്കിൾ. ടേക്ക് പ്ലേസ് ഇൻ ഈച്ച് ക്ലോക്ക് സൈക്കിൾ.
ഡയഗ്രാം വരച്ചു എന്ന് കരുതുന്നു. ദെൻ നെക്സ്റ്റ് ലൈൻ എഴുതാം. ഇൻ ഹാർഡ്വെയർ ഓർഗനൈസേഷൻ, ഈ ഒരു ഡയഗ്രാം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇൻ ഹാർഡ്വെയർ ഓർഗനൈസേഷൻ, ബഫർ ഈസ് യൂസ്ഡ് ടു place the instruction after fetching. അപ്പം രണ്ട് സ്റ്റേജ് നമ്മളിവിടെ എക്സാമ്പിളിൽ പറയുന്നുള്ളൂ, ഫെച്ച് ആൻഡ് എക്സിക്യൂട്ട്. ഹിയർ ബഫർ B1, ഫെച്ചും എക്സിക്യൂട്ടും ചെയ്യുന്നതിൽ ബഫർ B1 നമ്മൾ ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷൻ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കുക. ഓക്കെ, നെക്സ്റ്റ് എഴുതുക. കൺസിഡറിങ് 4 stages in pipeline. ഇതാണ് ഡയഗ്രാം. ഫെച്ച് മീൻസ് read the instruction from memory. Here fetch means read the instruction from the memory. Second എഴുതുക. Decode. D means identifying the operation and the source operand. Decode means identifying the operation and the source operand. Then fourth point E. Perform the operation specified in the instruction. Execute E means perform the operation specified by the instruction. Here the W. Write means store the result. ഷബിൻ, സങ്കീർത്തന, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് എഴുതാ. റോൾ ഓഫ് ക്യാഷ് മെമ്മറി. ഓരോന്നും നമുക്ക് ജസ്റ്റ് പോയിന്റ്സ് എഴുതിയിട്ട് പോകണം, അല്ലെ നിങ്ങൾ മറന്നു. റോൾ ഓഫ് ക്യാഷ് മെമ്മറി. എന്തുകൊണ്ടാ? ബിക്കോസ് മെമ്മറി ആക്സസ് ടൈം ഈസ് ഗ്രേറ്റർ ദാൻ process execution time. So we are placing the data in cache memory. To reduce the memory access time. നെക്സ്റ്റ് ലൈനിൽ എഴുതാം. പൈപ്പ്ലൈനിങ് പെർഫോമൻസ് can be improved by avoiding stall. STALL ആണ് stall. നെക്സ്റ്റ് ലൈൻ എഴുതാം. stall hyphen ഇട്ട് എഴുതാം. ഇറ്റ് ഈസ് ഡിലേ ഇൻ പൈപ്പ്ലൈൻ ഓപ്പറേഷൻ. stall hyphen ഇട്ട് എഴുതാം. ഡിലേ ഇൻ പൈപ്പ്ലൈൻ ഓപ്പറേഷൻ. ഈ ഒരു റെപ്രസെന്റേഷൻ വരക്കുക.
ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം, അല്ലെ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ഐഡന്റിഫൈ ചെയ്യേണ്ട പോയിന്റ് ഇതാണ്. ഇൻസ്ട്രക്ഷൻ I2 takes 3 clock cycle for execution. Instruction I2 takes 3 clock cycle for execution. Thereby, instruction I3 is stalled for 2 clock cycle. Thereby, instruction I3 stalled for അത് ഹാൾട്ട് സ്റ്റേജിലാണ്, അല്ലെങ്കിൽ അതിനൊന്നും പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. സ്റ്റാൾഡ് ഫോർ 2 clock cycle. And I3 start execution in 7th clock cycle. I3 start execution in 7th clock cycle. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റാൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു സ്റ്റാൾ ഇപ്പം വന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് എക്സിക്യൂഷൻ യൂണിറ്റ് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ഇതുപോലെ തന്നെ ഡിഫറെന്റ് പ്രോബ്ലം കൊണ്ട് സ്റ്റാള് വെയിറ്റ് ചെയ്യേണ്ടി വരാം. അതെന്തൊക്കെയാണെന്ന് പറയാം. ഒന്ന് ഡാറ്റ ഹസാർഡ്സ് വരുമ്പം, സെയിം ഡാറ്റ 2 ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുമ്പം ആ ഡാറ്റ അവൈലബിൾ ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ സോഴ്സ് ഓർ ഡെസ്റ്റിനേഷൻ സെയിം യൂസ് ചെയ്യുമ്പം, മെമ്മറി ഒക്കെ നമ്മൾ സെയിം യൂസ് ചെയ്യുമ്പം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനി സെയിം ഹാർഡ്വെയർ നമ്മൾ യൂസ് ചെയ്യുമ്പോഴും നമ്മൾ ആഫ്റ്റർ എക്സിക്യൂഷൻ കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഈ സ്റ്റാൾ, ഇതിനെ നമ്മൾ ഹസാർഡ് എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഡിഫറെന്റ് ഹസാർഡ്സ് എന്തൊക്കെയാണ് പൈപ്പ് ലൈനിങ് പെർഫോമൻസിനെ എഫക്ട് ചെയ്യുന്നത്, അതൊക്കെയാണ് ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത പോയിന്റ്സ് ഒന്ന് ഓർത്തിരിക്കുക. എന്തൊക്കെ നമ്മൾ പറഞ്ഞു? പൈപ്പ് ലൈനിങ് പാരലൽ എക്സിക്യൂഷൻ ആണെന്ന് പറഞ്ഞു, ഡയഗ്രാം വരച്ചു, 4 സ്റ്റേജസ് പറഞ്ഞു, എ പ്രസൻസ് ഓഫ് ബഫർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ റോൾ ഓഫ് ക്യാഷ് മെമ്മറി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നോർമൽ പെർഫോമൻസിൽ ഉണ്ടാവുന്ന ആ ഒരു ഹാൾട്ടിനെ നമ്മൾ ഡിലേ എന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞ് നമ്മൾ വൈൻഡപ്പ് ചെയ്തു. നാളെ നമ്മൾ ഇനി ഡിലേ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്നൊക്കെ പറയും. ക്ലിയർ അല്ലേ? അഭിനവ് സെൽവരാജൻ, അഭിഷേക്, യെസ്, ഓക്കെ. ഓക്കെ, ഞാൻ അറ്റൻഡൻസ് വിളിക്കാം. ആശിഷ്, ഓക്കെ. അഭിനവ്, ഓക്കെ. ദെൻ അഭിഷേക്, ആദിത്യ, ഐശ്വര്യ. ഐശ്വര്യ, ഞാൻ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞപ്പോഴെന്താ സംസാരിക്കാഞ്ഞേ? ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ.